ഒന്നും പറയണ്ട, ജസ്റ്റ് ലിസൺ. യു നോ വാട്ട്, ഈ ജിമിൻ പാർക്ക് ആരാന്നറിയോ നിനക്ക്? He is the CEO of PKD Corporations, the company I'm working as a model. ഈ നമ്മുടെ തന്നെ കുഴി കുഴിച്ചല്ലോ. പിന്നെ ഒരു സ്പൈ ചെയ്യുവാണെന്നോ? കാര്യമാണോ? I'm damn sure about it. ഞാൻ പറഞ്ഞപ്പോ തന്നെ ഹാർട്ട് ബീറ്റ് അവിടെ നിന്നുപോയി. ഞാൻ ഇവിടെ എല്ലാവരും പറഞ്ഞു വിട്ടിട്ടുണ്ട്, അദ്ദേഹം ഇതുവരെ ഫീസ് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ജിമിൻ പാർക്ക് എന്ന പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗോഡ്, ഇത് പറയാൻ വേണ്ടി ഞാൻ എത്ര നേരം വിളിക്കുന്നു. എന്താ ഫോൺ എടുക്കാനേ? ഇവിടെ ഒരു പ്രശ്നം നടക്കുമായിരുന്നു, അതാ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാഞ്ഞേ. This is my card. If you can come, please join me on a date today. അനു, ഞാൻ പിന്നെ വിളിക്കാം. അനു, can you give me that card? JP സാർ തന്ന ആ കാർഡില്ലേ, അതെന്താ? PKD കോർപ്പറേഷൻ വിസിറ്റിംഗ് കാർഡ്. അപ്പോ JP ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്താ ഇത്? PKD കോർപ്പറേഷന്റെ CEO ആണ് JP എങ്കിൽ അങ്ങനെ എന്തിനാ ഇവിടേക്ക് വന്നത്? ഇത് ആരോട് ചോദിക്കും? ഇനിയിപ്പോ ശരിക്കും ജോ സ്പൈ ആയിരുന്നോ? ടെൻഷൻ അടിക്കണ്ട. ബട്ട് താൻ ഇമെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിരുന്നോ? എന്തെങ്കിലും നമ്മുടെ സ്പൈസ് ഇൻഫോം ചെയ്തായിരുന്നോ? ഇത് പറ, നമ്മുടെ ടെക്കിൽ CEO വരുന്ന കാര്യം എങ്ങനെ ലീക്കായി നീട്ടിയോ? ഇതുവരെ നോ ഇൻഫർമേഷൻ. ന്യൂസ് ലീക്കായുണ്ട്, ഇനി അങ്ങേരെ ക്യാൻസൽ ചെയ്യുമെന്നാ പേര്. ആ പേര് വേണ്ട. ഞാൻ കേട്ടെന്ന് വെച്ച് ഹീസ് എ മാൻ ഓഫ് ഹിസ് വേർഡ്സ്. ജസ്റ്റ് ലൈക്ക് ജീവനങ്ങൾ ഒരു തീരുമാനം എടുത്താൽ പിന്നെ പിന്മാറില്ല. ജീവനപ്പോൾ തന്നെ ക്യാരക്ടർ എങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരാളെ വാഴിയൂടെ. ഞാൻ കേട്ട് വെച്ച് ആളൊന്നും വരതാണ്. വർക്ക് വർക്ക് ആൻഡ് വർക്ക്, അത് മാത്രം. ദേഷ്യമല്ലാതെ മറ്റൊരു വികാരം അങ്ങേർക്കുണ്ടോന്ന സംശയം എന്നായിരുന്നു അവിടുത്തെ ഒരു എംപ്ലോയി എന്നോട് പറഞ്ഞത്. ഓ, അതന്നെ അയാൾ ഇത്രയും ടൈം കൊണ്ട് ഇവിടെ എത്തിയത്. അത് ശരിയാണ്. ആശ, മെയിൽ ചെക്ക് ചെയ്തിരുന്നോ? CEO എന്നതിനെ കുറിച്ച് വലിയ ഒന്നും അറിയത്തില്ല. അത് ശരിയാ, മാമിനെ ഞാൻ സമ്മതിച്ചു. ടിക്കറ്റ് CEO നേരിട്ട് എത്തുന്നത് തന്നെയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും വലിയ മരണനാണെന്നല്ലേ കേട്ടെ. വെറും ജോലി എന്ന് കഴിക്കുന്ന ആ മനുഷ്യർ ഈ കാറിലും കൂടി വരുന്ന ദൂരം പോലും അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. അയ്യോ, അത് പറഞ്ഞപ്പോളാ പറഞ്ഞ പോലെ വലിയ ആള് ഒരു മുരടനോ വർക്ക് എന്ന് ജീവിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയില്ല. നല്ല സ്വീറ്റായിട്ട് സംസാരിച്ച് ഞാൻ അയാളോട് അറിയാതെ എടുത്ത് ചാടി കയറി വർത്താനം പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് എന്നെ കളിയൊക്കെ മാത്രമേ ചെയ്തോളൂ. ഞാനങ്ങ് ഞെട്ടിപ്പോയിന്നേ. ഞാൻ കേട്ടിട്ട് എൻ്റെ ജോലിയൊന്നും പോയിന്നാ. താൻ പറഞ്ഞത് വെച്ചിട്ട് ഇങ്ങനെ നല്ലല്ലോ സ്വഭാവം ഉണ്ടാവണ്ടേ? ശരിക്കും അയാൾ ഇതിനെ കളിയാക്കിയോ? എന്നോട് ചിരിച്ചോ? എൻ്റെ ദൈവമേ, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും വേല. പിന്നെ ആശ, ആ ഇമെയിൽ ചെക്ക് ചെയ്തോ താൻ? പിന്നെ തൻ്റെ ലാപ്ടോപ്പ് മെയിൽ റിക്കവർ ചെയ്തിട്ടുണ്ട്. താൻ ചെക്ക് ചെയ്തോ? ഞാൻ എന്തൊരു മണ്ടിയാ ഇതൊന്നും മനസ്സിലാക്കാതെ. വെറുതെ അല്ല, 24 മണിക്കൂറും അവനെ എല്ലാ കാര്യങ്ങളും അറിയണം. എത്ര ഇമെയിൽ വന്നോ, അത് ഞാൻ ചെക്ക് ചെയ്തോ, ആര് വരുന്നു ആര് പോകുന്നു എല്ലാം. JP അന്വേഷിക്കുന്നതിനിടയ്ക്ക് ഞാൻ ആ ജോലി ശ്രദ്ധിച്ചതേ ഇല്ല. പക്ഷേ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ, JP എന്തിനോട് വന്നോന്നുള്ളതാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. പക്ഷേ സാർ, എൻ്റെ ചോദ്യം അതല്ല. അങ്ങനെയാണെങ്കിൽ സാറിന് അത് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? സാറെന്തിനാ സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത്? കാർത്തികേ, നീ കുറെ നേരമായിട്ട് എന്നെ ചുറിയുവാണല്ലോ. എന്താ നിന്റെ പ്രശ്നം? ആഹാ, അല്ല അതല്ല, സാറവിടെ ഷൈൻ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞതാ. സാറിന് പറഞ്ഞാൽ പോരായിരുന്നു, സാറ് നേരിട്ട് കേട്ടതാണെന്ന്. അപ്പോൾ കുറച്ചുകൂടി തെളിവാവില്ലേ? കുറച്ചുകൂടി ഉറപ്പാവില്ലായിരുന്നു? നീ ഇപ്പൊ പറഞ്ഞത് ശരിയാ, എനിക്കതങ്ങ് പറയാമായിരുന്നു. കുറച്ചുകൂടി ഉറപ്പാവും. പക്ഷെ എന്തിനും? എനിക്ക് ഉറപ്പായിരുന്നു അവന്റെ ഫോണിൽ ആവശ്യത്തിലധികം തെളിവാണെന്ന്. പിന്നെ ഞാനെന്തിനാ എനിക്ക് പെൺപിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരവസരം അങ്ങ് കളയുന്നേ? നീ കണ്ടില്ലേ, എല്ലാവരും വാ പൊളിച്ചല്ലേ JP നോക്കിക്കൊണ്ടിരുന്നേ. അതുപോലൊരു സുവർണാവസരം വേറെ എവിടെ കിട്ടും എന്റെ കാർത്തികേ?
എൻ്റെ അമ്മ സാർ നമിച്ചു. പിന്നെ പറയാതിരിക്കാൻ മേല കേട്ടോ, ആ കൊച്ചുണ്ടല്ലോ അന്ന് ബാറിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന ആ കൊച്ച് കൊള്ളായിരുന്നു. പക്ഷേ എന്തോ ഈ ജയിപ്പിക്ക് ഇങ്ങോട്ട് പരിഞ്ഞു കയറി വരുന്ന പെൺപിള്ളേരെ ഒട്ടും ഇഷ്ടമല്ല. ഒരുത്തനും വളയ്ക്കാൻ പറ്റാതെ ആരെടുത്തും കീഴ്പ്പെടാൻ നടക്കുന്ന ടീംസിനെയാ എനിക്കിഷ്ടം. അതില്ലേ ഒരു ത്രില്ലുള്ളൂന്നേ. അല്ലാതെ ഏതവന്റെയും പുറകെ പോകുന്നവളുമാരുടെ കൂടെ കിടക്കാൻ ജയിപ്പിക്ക് താല്പര്യമില്ല. എനിക്ക് വയ്യ. എങ്ങോട്ടാ എന്നെ ഇത് തള്ളി വിട്ടത്? ഇതിന് ഞാൻ എത്ര കാലം സഹിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കേ ഓക്കേ, ഒരുപാട് ക്ഷീണിച്ചു. ഇനി കുറച്ച് എനർജി കിട്ടാൻ ഏതെങ്കിലും സുന്ദരി മണി വിളിക്കാം. ആരെ വിളിക്കണം? ആ ഒരെണ്ണുണ്ടല്ലോ, നമ്പർ ഡയൽ ചെയ്ത് നോക്കാം. ഹലോ, can I come in? വാട്ട് ഹാപ്പൻ ജി പി? എന്ത് പറ്റി? എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആശയോട് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഏയ് നോ നോ, ഇത് ആശ വിചാരിച്ചാൽ നടക്കില്ലെന്നേ. താൻ തന്നെ വിചാരിക്കണം. ഡേറ്റ്, ഫ്രണ്ട്ഷിപ്പ് ഡേറ്റ് ഇന്ന് നൈറ്റ് പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പോ താൻ റെഡി ആയി നിന്നാൽ മതി, ഞാൻ പിക്ക് ചെയ്യാം. ഓക്കെ? The hell, Giona? Why you agreed? The shit is this. Date? Damn. Che. Oh God. Hey, Anu darling. Oops. ഞാൻ ഇന്ന് തന്നോട് എന്നെ കൂടെ ഒരു ഡേറ്റ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? Can we postpone that for tomorrow? You know right? ഇന്ന് നിങ്ങളുടെ മാം എൻ്റെ കൂടെ ഡേറ്റിന് വരുന്ന ഒരേ നിർബന്ധം. ഞാൻ പറഞ്ഞു അനു ഉണ്ട്, അനുവിനോട് കൂടെ ചോദിക്കണം. കാരണം ഫസ്റ്റ് ഞാൻ തന്നോടല്ലേ പറഞ്ഞത്, അതാണ് റിയലി ബാഡ്. പക്ഷേ ജിയോണയ്ക്ക് ഒരേ നിർബന്ധം ഇന്ന് തന്നെ വേണമെന്ന്. എന്താ ചെയ്യാം? യു ആർ ഓക്കെ റൈറ്റ്? നമുക്ക് നാളെ പോയാൽ പോരെ? ഫീസ് ഓൾവേസ് എക്സ്പെൻസീവ്. അതെ, താനിപ്പോൾ അങ്ങോട്ട് മാമിനോട് പോയി പറയുന്നതാണല്ലോ ഞാൻ കേട്ടത്. വന്നേക്കുന്നൊരു ജീപ്പ് പറയാനും പറ്റുന്നില്ലല്ലോ. ഷേ, ഹോബിച്ചൻ്റെ മുതലാളിയായി പോയല്ലോ. നിങ്ങൾക്ക് തന്നെ ഹോബിച്ചൻ്റെ ബോസാവണായിരുന്നു. ഛേ, ആശക്കുട്ട എന്ത് പറ്റി? നിന്റെ മോഡലിനെ ഓർത്തിരിക്കുമായിരിക്കും. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ എങ്ങനെ? ഞാനിവിടെ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ടായത് തന്നോടല്ലേ? അപ്പോൾ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? തൻ്റെ ഊപിച്ചൻ ആളൊട്ടും ശരിയല്ല കേട്ടോ. എന്താ പറയണ്ടേന്നറിയില്ല. അവിടെ ഒരു 50-100 മോഡൽസ് കാണും. 24 മണിക്കൂറും പെണ്ണുങ്ങളുടെ ഇടയിലാണ് നീ. പിന്നെ കുറേ ഡിസൈനേഴ്സ് ഉണ്ട്, അവരെയും വെറുതെ എടുത്തില്ല. എന്നാ പറയാനാ? താനൊന്ന് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നതാ നല്ലത്. ആ ബെസ്റ്റ് പറയുന്ന ആള് ഹരിചന്ദ്രനാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും വിശ്വസിച്ചു. ഷോ എൻ്റെ കൊച്ചേ, ഞാനതിന് കമ്മിറ്റഡ് അല്ലല്ലോ. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നത് തെറ്റാണോ? ആരോടും പാർഷ്യാലിറ്റി കാണിക്കരുതെന്നാ എന്നോട് എൻ്റെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഷെയർ ചെയ്യണം എന്നല്ലേ? കേട്ടിട്ടില്ലേ? സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അതെനിക്ക് കുറച്ച് കൂടുതലാണെന്നേ. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുക്കും, വാരിക്കോരി. ആർക്കും പ്രത്യേക പരിഗണനയൊന്നും കാണില്ല. അതുപോലെയാണോ? എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നാണല്ലോ. ഐ മീൻ ബിസിനസ്സിൽ. എന്താ ആശ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ആ അങ്ങ് പിണങ്ങി പോവാതെ. ഷോ സില്ലി ഗേൾ.
ഇതാരാ നീ ഈ നേരത്തെ വിളിക്കും? ഓഹോ, ഹലോ. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് കേട്ടോ. നീ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ ഞാൻ എന്തൊക്കെ കളിച്ചാലും അവൾ വളയത്തില്ലെന്നല്ലേ? മോനെ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ചേപ്പിയുടെ വലയിൽ വീഴാത്ത ഒരുത്തി ഉണ്ടാവില്ലെന്ന്. ആൻഡ് യു നോ വാട്ട്, ഐ എം ഗോയിങ് ഓൺ എ ഡേറ്റ് വിത്ത് ഹർ ടുഡേ. പിന്നെ അവിടെ ഞങ്ങളുടെ അടിപൊളി ഫോട്ടോസ് നിനക്ക് അയച്ചു തരാടാ കുട്ട. എന്നാ പിന്നെ ഞാൻ നൈറ്റ് വിളിക്കാട്ടോ. അയ്യോ, ചിലപ്പോ നൈറ്റ് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. ബിസി ആണെങ്കിലോ വേറൊന്നും കരുതണ്ട കേട്ടോ. എന്നാ ശരി. ഇങ്ങനെ മിക്കവാറും ഇന്ന് മാം കൊല്ലുന്നാ തോന്നേ. പിന്നെ ആശക്കുട്ട, നമ്മുടെ ചാലഞ്ച് മറന്നിട്ടില്ലല്ലോ. ആരോ തോക്കാൻ പോകുന്നു. കുക്കി, എന്താ റെഡി ആവുന്നില്ലേ? ചേപ്പി ഇപ്പോൾ എത്തും. മോളെ, എനിക്കറിയാം ഇറ്റ് വിൽ ബി റിയലി ഹാർഡ് ഫോർ യു. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എ ഫ്രണ്ട്ഷിപ്പ് ഡേറ്റ്, റൈറ്റ്? നമ്മുടെ ബിസിനസ്സിന് വേണ്ടി അത് മാത്രം കരുതിയാൽ മതി. എനിക്കറിയാം ചായ, ഇത് ബിസിനസ്സിന് വേണ്ടിയുള്ളതാണെന്ന് എനിക്കറിയാം. ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഇച്ചായൻ മറിയ ആൻറ്റീനോട് സംസാരിക്കുന്ന കേട്ടല്ലോ. എനിക്ക് അവരോട് സംസാരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ വരാതെ ഇവിടെ തന്നെ ഇരുന്നത്. എന്താ അവർ പറഞ്ഞേ? എനിക്കറിയാം, എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നായിരിക്കും. അല്ലെങ്കിലും നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണാൻ അവർക്ക് പറ്റില്ലല്ലോ. അവര് വന്നത് അത് മോളെ, ഞാനും നിന്നോട് പറയണമെന്ന് വെച്ച ഒരു കാര്യത്തിനാ. എന്തിനാ? ജിയോണയെ സിമ്പതി തോന്നി കല്യാണം കഴിക്കാനായിരിക്കും. നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടെ ഒന്ന് ആലോചിക്കണം. നിനക്കിപ്പോ വയസ്സ് എത്രയായെന്ന നിന്റെ വിചാരം? നിന്റെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും. നിന്റെ കൂടെ പഠിച്ചവരെ എന്നെ കണ്ടില്ലേ? മോള് ഇച്ചാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഒരിക്കലെങ്കിലും മോള് ഇച്ചാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടെ ഒന്ന് ആലോചിക്കേ. എത്ര കാലമെന്ന് വെച്ചിട്ടാ നീ ഇങ്ങനെ ഒരു ചെയ്യാത്ത തെറ്റിന്റെ പേരില്? എന്നോട് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി? ഇവിടെ ഒരു ചെയ്ത ചാവായി കിടക്കുന്നത് ആരാന്നറിയിച്ചായനെ. എന്നിട്ടും എല്ലാം മറന്നുകൊണ്ട് ഞാൻ എങ്ങനെയാ ചേട്ടനോട് ഇങ്ങനെ പറയാൻ തോന്നി ചായ? ശരി, ഞാൻ വിവാഹം കഴിക്കണം എന്നല്ലേ ഇച്ചായന്റെ ആഗ്രഹം? ആയിക്കോട്ടെ, ഞാൻ എല്ലാം മറക്കും. എല്ലാം മറന്ന് ഒരാളെന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഇച്ചായനും അതേ ദിവസം വിവാഹം കഴിക്കണം. പറ്റുമോ? പറ്റുമോ ചായ? ഇല്ലല്ലേ? പറയാൻ എല്ലാവർക്കും എളുപ്പമായി ചായ, ഒത്തിരി എളുപ്പം. പക്ഷേ ഞാൻ ഒരു തെറ്റുകാരി ചായ, വളരെ വലിയ തെറ്റുകാരി. ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലം ഞാൻ അനുഭവിച്ചേ പറ്റും. ഈ ജന്മം വെച്ചുടക്കി ഒരു കല്യാണമില്ല.
ഈ കഴുത്തിൽ ഒരു മിന്നും ചേർത്താൻ ഞാൻ സമ്മതിക്കില്ല. സോറി. ഓക്കെ, എനിക്ക് അതിന്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ നിന്നെ ഇച്ഛാനല്ലേ മോളെ? അതെന്താ ചിന്തിക്കാത്തേ? ഒരിക്കലെങ്കിലും മോളെ, പ്ലീസ് മോളെ. ജെപി വന്നു കാണും. നീ ഇന്ന് പോകണ്ട, ഞാൻ പറഞ്ഞോളാം. ഹലോ മിസ്റ്റർ ജൂൺ, റൈറ്റ്? നിങ്ങളെ വിശുദ്ധമായെന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല. എനിവേ, നൈസ് ടു മീറ്റ് യു. പിന്നെ ഒരു ജിയോണ, ഇസ് ഷീ റെഡി ഓർ നോട്ട്? അവള് അവൾക്ക് നല്ല സുഖമില്ല. ഷീസ് നോട്ട് ഓൾ റൈറ്റ്. ചെറിയ ഫീവർ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ജിബി, ഞങ്ങൾക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓ, 10 മിനിറ്റ് അല്ലേ? ഓഫ് കോഴ്സ് യു കാൻ ടേക്ക് ദാറ്റ്. 10 മിനിറ്റ് റെഡിയാവുന്ന പെൺപിള്ളേരെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത് കേട്ടോ. ജെബി, ഇവിടെ ഇരുന്നോളൂ. കുടിക്കാൻ എന്തെങ്കിലും? സ്കോച്ച്? സ്കോച്ചോ? ഞാൻ ടീ ഓർ കോഫി എന്നാണ് ഉദ്ദേശിച്ചത്. ടീ ആൻഡ് കോഫി? ഓ മൈ ഗോഡ്, നിങ്ങളൊക്കെ ഈ നേരത്ത് ചായയും കാപ്പിയൊക്കെയാണ് കുടിക്കുന്നത്. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിൽ ഈ നേരത്ത് ഒരു ഫുൾ ബോട്ടിൽ സ്കോച്ച്, അത് നിർബന്ധം. ജിബി, വേറൊന്നും കൊണ്ടല്ല. താനിപ്പോൾ കുക്കിംഗ് കൊണ്ട് പുറത്തേക്ക് പോവല്ലേ? അപ്പോൾ ഡ്രിങ്ക് ചെയ്താൽ പിന്നെ... ഓ എന്താ മിസ്റ്റർ ജോൺ, നിങ്ങൾ ശരിക്കൊരു അച്ചായൻ തന്നെയാണോ? 2 ഫുൾ ബോട്ടിലടിച്ചാൽ ഈ ജീപ്പിനെ കട്ടയ്ക്ക് നിൽക്കും. അപ്പോൾ ജിയോണയുടെ കൂടെ പോകുമ്പോൾ 2 പെഗ് അടിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെ, 2 ഫുൾ ബോട്ടിലടിച്ചാലും ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കും. അപ്പോൾ പിന്നെ കുക്കിയുടെ കൂടെ പോകുമ്പോഴും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹലോ മിസ്റ്റർ ജൂൺ, എന്താ ആലോചിക്കുവാ? ജൂണിച്ചാ? ഒന്നുമില്ല, അത് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാം. ഷോ, എന്താ പറയണ്ടേ, അനിയത്തി പോലെ തന്നെ ചായ കടയിൽ പോയ സീനാണല്ലോ. എന്ത് പറയണമെന്നറിയില്ല എനിക്ക്. ഇനിയിപ്പോൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എടുത്തു ചാട്ടം, അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എനിവേ, ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് പെട്ടെന്ന് പോവാം. എന്താ കുക്ക് ചെയ്ത് നീ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല, നിനക്കറിയില്ലേ? എന്ത് ഡ്രസ്സാണ് ഇത്? ഇനി എന്തെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ? വേഗം ചെന്ന് മാറ്റിക്കേ. ചെല്ല്. കുക്കി മോളെ, റെഡി ആയില്ലേ? വേഗം വാ. എത്തി. ജെബി, മിസ് ജിയോണ, ഞാൻ 10 മിനിറ്റിനുള്ളിൽ റെഡി ആവുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഹുഡ് ഇട്ടുകൊണ്ട് ഡേറ്റിന് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിവേ, ലെറ്റ്സ് ഗോ. എന്തൊരു ജെപി, സുഖമില്ലേ? മിസ്റ്റർ ജൂൺ, എനിക്കറിയില്ല. ഇറ്റ്സ് ഹേർട്ടിങ് സോ മച്ച്. ഞാനൊന്നും കഴിച്ചില്ലല്ലോ. ഗോഡ്. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇന്ന് നിങ്ങൾ രണ്ടുപേരും പോകണ്ട. നമുക്ക് ഈ ഡേറ്റ് ക്യാൻസൽ ചെയ്യാം. ജിയോണ, ഞങ്ങൾ ഒന്ന് കോർപ്പിക്കിനെ വിളിക്കാമോ? ഐ തിങ്ക് വി ഷുഡ് ക്യാൻസൽ എ ഡേറ്റ്. ഐ ഫീൽ ലൈക്ക് വോമിറ്റിംഗ്. ഓക്കെ
ഇച്ചായ ഒന്ന് കാർത്തിക്കിനെ വിളിച്ച് പറഞ്ഞേക്കാം JP ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഈ അവസ്ഥയിൽ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ മോളെ, ഞാൻ വിളിച്ചു പറയാം. എന്നാലും ഇതെന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സോറി JP, എൻ്റെ കുട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ അവൾ ഈ ഡേറ്റിന് വരുന്നത്. അത് ഞാൻ സമ്മതിക്കില്ല. ഐ എം സോറി ഫോർ ഹേർട്ടിങ് യു. ആ സ്കോച്ച് ഞാൻ എടുത്തിട്ട് വരാം. There is only one way. It's hurting. JP ഇവിടേക്ക് ഇരുന്നോളൂ. ചിലപ്പോൾ ഡ്രിങ്ക് നിങ്ങൾക്ക് ശരിയാവാത്തായിരിക്കും. വാട്ട്? എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഡ്രിങ്ക് ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. ഇറ്റ്സ് സംതിങ് എൽസ്. കാർത്തിക് ഇവിടെ പോയി കിടക്കുക. ഞാൻ ഡോക്ടറെ വിളിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നമാണെങ്കിലോ. ചെക്ക് ചെയ്തിട്ട് ഫുഡ് പോയ്സൺ ആണെന്ന് തോന്നുന്നു. ഒരു വൊമിറ്റിങ്ങിൽ ഒതുങ്ങിയത് നിങ്ങളുടെ ബോഡി ഹെൽത്ത് ആയതുകൊണ്ടാണ്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. ട്രാവലിംഗ് കഴിയുന്നത് ഒഴിവാക്കണം. കാരണം വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല. പിന്നെ ഇതാ കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്, ഇത് കഴിച്ചാൽ മതി. 2-3 ഡേയ്സിനുള്ളിൽ റെഡി ആയിക്കോളും. വാട്ട് ദ ഹെൽ? ഫുഡ് പോയ്സൺ? ഓ ഷിറ്റ്, ഞാൻ എന്ത് കഴിച്ചേ അങ്ങനെ? സാറിന് എന്ത് പറ്റി? ആ കാർത്തികെത്തിയല്ലോ. ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. ഓ എൻ്റെ കാർത്തിക്, JPക്ക് ഫുഡ് പോയ്സൺ. എന്ത് പണ്ടാരം പിടിച്ച സാധനമാടോ താൻ എനിക്ക് എവിടെ നിന്ന് ഉണ്ടാക്കി തന്നത്. വാ സാർ, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. പോവാനൊന്നും പറ്റില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ട്രാവലിംഗ് പാടില്ലെന്ന്. ഇന്ന് നമുക്ക് വിൻസെന്റ് മെൻഷനിൽ കഴിയാം. JP അതിൻ്റെ ആവശ്യമില്ല. കാർത്തിക് വന്നല്ലോ. ഡോക്ടർ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ വീട് ഒരുപാട് ദൂരത്തൊന്നും അല്ലല്ലോ. കാർത്തിക് താൻ JPയെ കൊണ്ട് പോയിക്കോളൂ. അയ്യോ വേദനിക്കുന്നേ. എന്നാലും ഒട്ടും വയ്യാത്ത. പോട്ടെ, എന്താ ചെയ്യാ. മനുഷ്യന്മാരായാലും ഇത്തിരിയെങ്കിലും മനുഷ്യത്തൊക്കെ ആവാം കേട്ടോ. വാ കാർത്തികേ. ഞാൻ ആ മരുന്ന് ഇതിൽ ആഡ് ചെയ്തോണ്ടല്ലേ തെറ്റായിപ്പോയി എന്നറിയാം. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ കൂടെ അനുവദിച്ചില്ലെങ്കിൽ വലിയ പാപമായി പോവും. പാവം കുക്കി, വയ്യാഞ്ഞിട്ടല്ലേ? ഇവിടെ നിന്നോട്ടെ. അതെ പ്ലീസ് കുക്കി. ഓക്കെ, നിന്നോട്ടെ. പക്ഷേ അപ്സ്റ്റേഴ്സിൽ റൂമിൽ ഇരുന്നാൽ മതി. താഴോട്ട് വരാൻ പാടില്ല. ഓക്കെ മിസ്റ്റർ JP? പിന്നെ ഒരു കാര്യം, ഡോണ്ട് കോൾ മീ എ നിക് നെയിംസ്. ചുണിച്ചാനല്ലാതെ വേറെ ആരും എന്നെ നിക് നെയിംസ് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. യു ക്യാൻ കോൾ മീ മിസ് ജിയോണ. ഓക്കെ. ഇച്ചായ, എന്തിനാണ് അയാളെ ഇവിടെ നിർത്താൻ? ഞാൻ അറിയില്ലേ, ഈ വീട്ടിൽ മറ്റൊരാളെ എനിക്ക് ഇഷ്ടമല്ല ഇച്ചായ. കുക്കി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നിനക്ക് ഈ വീട്ടിൽ മറ്റൊരാളുണ്ടാകുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മുടി. അയാൾക്കൊട്ടും വയ്യ. പിന്നെ എങ്ങനെയാ ഞാൻ? പിന്നെ ചായ ആശയെ വിളിച്ചേക്ക്. അവള് ഇന്നിവിടെ നിന്നോട്ടെ. ശരി, ആശയെ കൂടി ഞാൻ വിളിപ്പിക്കാം. പക്ഷേ JP അധികം ബുദ്ധിമുട്ടിപ്പിക്കരുത്. ആൾക്ക് സുഖമില്ലെന്ന് അറിയില്ലേ? ഞാനായിട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ചായ. ഓക്കെ, പക്ഷേ അയാൾ താഴോട്ട് വരാൻ നോക്കണം. പ്രത്യേകിച്ച് ആ റൂമിലേക്ക്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്.
ഇനിയിപ്പോൾ അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും ഇവിടെ ജി പി ഉള്ള സ്ഥിതിക്ക് ഇവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം. അതാകുമ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം. പറയാലോ, ടൈം ആൻഡ് Tides never wait for anyone. Yeah, Miss Giona. ജി പി, നിങ്ങളെന്താ ഇവിടെ? ഓ, എല്ലായിടത്തും എപ്പോഴും ഉണ്ടാകുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് ഈ ജി പി. എനിവേസ്, ഞാനിപ്പോൾ വന്നത് നിങ്ങൾ ഇവിടെ താമസിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഈ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? ഐ നീഡ് സം ക്ലോത്ത്സ്. ഡ്രസ്സ് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. നിങ്ങൾക്ക് കാർത്തിക്കിനെ വിട്ടാൽ പോലായിരുന്നു. വെറുതെ ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾക്ക് സുഖമില്ലാത്തല്ലേ, മുകളിൽ തന്നെ റെസ്റ്റ് ചെയ്താൽ മതി. ഹേയ്, ഇറ്റ്സ് ഓക്കെ. എൻ്റെ കാര്യങ്ങൾ സ്വന്തം ചെയ്താണ് എനിക്ക് ശീലം. എനിവേ, ഐ വിൽ ബി വെയിറ്റിംഗ് ഇൻ ദ റൂം ഫോർ ദ ഡ്രസ്. സാർ എന്തിനാ സുഖമില്ലാതെ എഴുന്നേറ്റ് പോയത്? ഞാൻ പോയില്ലായിരുന്നോ? സാറിന് വയ്യല്ലോ, റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്? എൻ്റെ കാർത്തിക് അങ്ങനെ ചെറിയ ഫുഡ് പോയ്സൺ കൊണ്ട് ഇല്ലാണ്ടായി പോകുന്ന ആളാണോ ഈ ജി പി? ശരിയാ, ചെറുതായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് എന്ന് കരുതി കിടപ്പിലാവേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ ഈ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ കേട്ടിട്ടില്ല. അതുപോലെ ഈ വിൻസെന്റ് മനുഷ്യൻ ഒന്ന് കിടന്ന് വിലസാനൊരു അവസരം കിട്ടിയാൽ അത് മുതലാക്കണ്ടേ? ഓ എൻ്റെ സാറേ, ഇവിടെ ഇരുന്ന് ഇതൊക്കെ. ഓ, ഈ രാത്രി മാമിന് എന്ത് പറ്റിയാവോ? മാം, ഓ മാമല്ല സാർ. മേ, എന്റെ ദൈവമേ, ഈ അവതാരം ഇവിടെ വന്നു. എന്താ ആശക്കുട്ടാ, ഇച്ചാനെ മിസ് ചെയ്തോ? ഒരു ഓപ്പോ എടുക്കട്ടെ? മിസ് ചെയ്യാനുള്ളൊരു സാധനം എന്തിത്? ഇവിടെയും വന്നതല്ലോ, കയറിയല്ലോ. അല്ലല്ല, ഇതെന്താ ഈ ഡ്രസ്സിലൊക്കെ? ഞാൻ പീഡങ്ങൾ മാറി വന്നതാണ് ദൈവമേ. ഓ എന്റെ ആശക്കൊച്ചി, ഈ വീടൊന്നും മാറിയതല്ല. പിന്നെ ചിലപ്പോ ഇതെന്റെ വീടാവും കേട്ടോ. ഇപ്പോഴല്ല, ഭാവിയില്. എന്നാ പറയാനാ, ഡേറ്റിന് വന്ന ഞാനാ. ജിയോണയ്ക്ക് ഒരേ നിർബന്ധം ഇവിടെ ഇന്നൊരു ദിവസം കൂടേച്ച് പോയാൽ മതിയെന്ന്. അതുകൊണ്ട് നിന്നതാ നീ. ആശ, നീ എത്തിയോ? ജെ പിക്ക് ഫുഡ് പോയ്സൺ ആണ്, അതുകൊണ്ട് ഇങ്ങോട്ട് സ്റ്റേ ചെയ്യും. സോ ഞാൻ കരുതി നമ്മുടെ വർക്ക് ചെയ്തിട്ട് കുറച്ച് മാറ്റേഴ്സ് നമുക്ക് സംസാരിക്കാണ്. അതുകൊണ്ടാണ് നിന്നെ വിളിപ്പിച്ചത്. നമുക്കും ഇന്നിവിടെ സ്റ്റേ ചെയ്യാം. വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോളൂ. ഓക്കെ മാം. ഓ, ഫുഡ് പോയ്സൺ ആണോ? അല്ലാതെ എനിക്ക് ആരെ വീട്ടിൽ പിടിച്ച് കയറ്റുന്നു? ഓ, അപമാനം മാത്രം. ഹലോ ആശക്കുട്ടാ. ഓ, റൂമിൻ്റെ അടുത്ത് തന്നെ റൂം നോക്കി എടുത്തിരിക്കുവാണല്ലേ. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഓ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളത്? എന്താന്ന് പറ. റൂമിലേക്ക് കയറാതെ പുറത്തേന്ന് പറഞ്ഞാൽ മതി. ആ, അത് പറഞ്ഞൂടാ. നീ പുറത്തേക്ക് ഇറങ്ങി വന്നേ. പേടിക്കണ്ട കുട്ടി, നിന്നെ ഞാനത് തിന്നൊന്നുമില്ല. ചുമ്മാ എന്നെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. തനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേറെ ആരെയും വിളിച്ചോ? എന്തൊരു ശല്യം വന്നേ. ഓഹോ, ശല്യമാണല്ലേ. ശരി, ആയിക്കോട്ടെ. ജിയോണയെ വിളിച്ചതെന്ന് പറഞ്ഞാൽ വരുമോ? സത്യം പറഞ്ഞാൽ ജിയോണയും ഞാനും പിന്നെ എൻ്റെ ജൂൺ സാറും എല്ലാവരും കൂടി ഒരു സീരീസ് കാണാൻ പോകുമായിരുന്നു. അപ്പോൾ നിന്നെ വിളിക്കാന്ന് കരുതി. നീ ഇവിടെ എന്നാ ഒറ്റയ്ക്കിരുന്നു ബോറടിച്ച്. ബൈ. സീരീസ് കാണാനോ? ജിയോണെന്നോ? ചുമ്മാ പറയുമായിരിക്കും. ഒന്ന് പോയി നോക്കാം. എന്താ ഇത്? അയാളോടെ താമസിക്കാൻ സമ്മതിച്ചു. ഇനിയിപ്പോൾ അങ്ങയുടെ കൂടെ ഇരുന്ന് സീരീസ് കാണണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കന്ന് ഇഷ്ടമല്ല ഇച്ചായ. എന്താ ഇതിനും ഭേദം ആ ഡേറ്റിന് പോകുന്നതായിരുന്നു. ചെല്ലു കുട്ടിമോളെ, അയാൾക്ക് വയ്യാഞ്ഞിട്ടല്ലേ? വയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എൻ്റർടൈനിങ് ആയിട്ട് കാണുമ്പോൾ ആ വേദനയൊക്കെ മറന്നു പോകും. അതുകൊണ്ടല്ലേ ചായ എൻ്റെ മോളെ ചെല്ല്. ഇച്ചായൻ എന്താ എടുത്തൊരു സോഫ്റ്റ് കോർണർ? സത്യം പറയിച്ചായ, അയാൾക്ക് സുഖമില്ലാതായതിന് പുറകിൽ
ഇച്ചാന് എന്തെങ്കിലും പങ്കുണ്ടോ? മോളെ അത് ശരിയാ, നിനക്ക് ഡേറ്റിന് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടുന്ന് വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് ഞാൻ ഡ്രിങ്കില് ചെറുതായിട്ട് സ്പൈങ് നടത്തി. അപ്പോൾ ഞാൻ കാരണമല്ലേ അയാൾ ഈ ഡേറ്റിനൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടേ? അതുകൊണ്ടാടാ. പ്ലീസ് മോളെ ചെല്ല്. ഇച്ചായ എന്ത് പണിയായി കാണിച്ചേ? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അയാളുടെ ജീവനാപത്ത് വരുന്ന രീതിയിലൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും മോളെ. ശരി, എങ്കിൽ ഞാൻ പോവാം. ശരി. എത്തിയോ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നോ. പിന്നെ നമുക്കിത് കാണാം. അടിപൊളിയാ, സൂപ്പർ ഹോട്ട് റൊമാൻറ്റിക് സീരീസ്. പൊളിക്കും. ഹായ്, ഇതാണോ? ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അടിപൊളിയാന്ന് തോന്നുന്നു. ആദ്യമായിട്ട് താൻ പറഞ്ഞത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു. ഏനോ റൊമാൻറ്റിക് ഒന്നും വേണ്ട, വല്ല ആക്ഷനോ ത്രില്ലറോ ഒക്കെ. റൊമാൻസ് ആൻഡ് ഓൾ വാസ് റിയലി ബോറിംഗ്. ഇങ്ങനെ നോർമൽ സ്റ്റോറിയിൽ റൊമാൻസ് എന്നൊരു ഫിക്ഷൻ കാണിക്കുന്നതിനേക്കാൾ നല്ലത് വെറും ഫിക്ഷൻ കാണുന്നതല്ലേ. ദർ ഇസ് നത്തിങ് റിയൽ ഇൻ ദിസ്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? റൊമാൻറ്റിക് സീരീസിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പിന്നെ റൊമാൻസ് അത് സത്യമല്ല എന്നൊന്നും പറയാൻ നമ്മൾ ആരും ആളല്ല. കാരണം നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അനശ്വര പ്രണയത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ. ഇതാരായി പറയുന്നത്? ദിവസം ഡ്രസ്സിനെ ഗേൾഫ്രണ്ടിനെ മാറ്റുന്ന JP. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് എടുത്തുകൊണ്ട് വരാം കേട്ടോ. പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു പൈ, പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു. ഓ വന്നോ പഞ്ചാര കുഞ്ചു? എന്തോന്നാ? ഒന്നുമില്ല, വേദനയൊക്കെ മാറിയെന്ന് ചോദിച്ചതാ. മാറി കുഴപ്പമില്ല. എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ട് കാണുമ്പോൾ വേദന അറിയുന്നില്ലെന്ന്. എൻ്റെ കാർത്തികേ സൈഡോട്ട് ഇരുന്ന്. ജിയോണ ഒന്ന് നീങ്ങി, ഞാൻ അന്നോട് ഇരുന്നോട്ടെ. വേദനയ്ക്ക് കുറവുണ്ടെങ്കിൽ കോഴിത്തരത്തിന് ഒരു കുറവുമില്ല. അയ്യോ, ഇതെന്താ? ഇതില് ഇങ്ങനെ വില്ലനാണോ? എൻ്റെ ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു. എന്താ ഇങ്ങനെ വില്ലനാക്കിയത്? എൻ്റെ ആശക്കൊച്ചി, എപ്പോഴും ഇങ്ങനെ ഹീറോ ആയാൽ എങ്ങനെയാ? എപ്പോഴും നായകനും നിരാശ കാമുകനുമായിരുന്ന എന്താ ഒരു ത്രില്ല്? ഇടയ്ക്കൊക്കെ വില്ലനാവണ്ടേ? അതിലല്ലേ ഒരു ത്രില്ലുള്ളൂ, അല്ലേ ജിയോണാമൻ? ഉറങ്ങിപ്പോയോ? It's time for a picture. അയ്യോ, ഇതെന്താ കറണ്ട് പോയോ? നല്ല ത്രില്ല് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ പിന്നെ കാണാം. ജിയോ, കാർത്തികേ, എല്ലാം ഉറങ്ങുവാണോ? ആശുപത്രി താഴെ എഴുന്നേറ്റിരിക്കുവാണല്ലേ? കൊള്ളാം. ഇനി എല്ലാവരും റൂമിലേക്ക് ചെന്നോ, കറണ്ട് വന്നിട്ട് ബാക്കിയാവാം. ഇത്രയും ബ്രഹ്മാണ്ട വീടെടുത്തിട്ട് ഒരു ഇൻവേർട്ടർ ഇല്ലേ ഇവിടെ? ഞാനാണോ പവർ ഓഫ് ചെയ്തത്? എനിക്കപ്പോഴേ തോന്നി. ഫുൾ ഇൻവേർട്ടർ കണക്ഷനിൽ വീട്ടിൽ എങ്ങനെ പവർ പോകാനാ? എനിവേ, താങ്ക് യു ചായ. കറണ്ട് വന്നോ? ഇനിയിപ്പോൾ എന്തായാലും റൂമിൽ തന്നെ കിടക്കാം. എന്നെ കാത്തിരിക്കുമായിരുന്നോ? സോറി കേട്ടോ, ഞാൻ ഇവിടേക്ക് വരാൻ ഒരുങ്ങുമായിരുന്നു. പക്ഷേ JPയുടെ കൂടെ ഡേറ്റിന് പോകാൻ ഇച്ചാൻ പറഞ്ഞു.
പേടിക്കണ്ട കേട്ടോ. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേറ്റ് മാത്രമാണ്. എനിക്ക് ആരെങ്കിലും ഇനി സ്നേഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കുക്കി ഇനി ആരെയും സ്നേഹിക്കില്ല. പിന്നെ JP നമ്മുടെ പുതിയ ബിസിനസ് പാർട്ട്ണറാ. ഞാൻ പറഞ്ഞിട്ടില്ലേ JPയെ കുറിച്ച്? ജിമിൻ പാർക്ക്. ആദ്യമായിട്ട് ആ JP പറഞ്ഞൊരു സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതും കറണ്ട് പോയി കളഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എന്താ അത് പോയി കാണാനൊന്നും വയ്യ. കുടിച്ചിനെ വിളിച്ചല്ലോ. ഓ വേണ്ട, അങ്ങനെ ഫുൾ ബിസിയല്ലേ. ഇനിയിപ്പോൾ JP പറഞ്ഞ പോലെ വല്ല മോഡൽസിൻ്റെ കൂടിയും. അയ്യോ, ഇച്ചായൻ്റെ കമ്പനിയിലാണല്ലോ ആ ഡിസൈനർ നെയ്റ്റുള്ളത്. അവരെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല. ആണുങ്ങളെ മയക്കാൻ ബെസ്റ്റാണെന്നാണ് കേട്ടത്. ഇനി അവരെങ്ങാനും അല്ല, JPക്ക് ഹോബിച്ചായൻ ഇവിടെ വർക്ക് ചെയ്യുന്ന കാര്യം എന്നോട് ഇത്ര ഓപ്പണായി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ PKD കോർപ്പറേഷനിലെ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞ പോലെ ആയില്ലേ? എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനി ഒരു പിഴ പറ്റരുത്. റെഗുലറായി മെയിൽസൊക്കെ ചെക്ക് ചെയ്യണം. നോക്കട്ടെ എന്തെങ്കിലും പുതിയ വന്നിട്ടുണ്ടോ എന്ന്. ഇതെന്താ ഇത്? ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പെൻഡിങ്ങിൽ 2 മെയിലുണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഏതാ? ഇത് JP വന്ന ദിവസമുള്ള 2 മെയിലല്ലേ? ഇതല്ലേ അന്ന് ഇററായി ഹാങ് ആയി പോയത്? ഇനിയുള്ളത് 2 മെയിൽസാണ്. വൺ ഫ്രം അവർ ഇൻഫർമേഷൻ വിങ്, അതർ ഫ്രം ഇൻഫർമേഷൻ വിങ്. എന്താ പറയുന്നത് നോക്ക്. ജോ അന്ന് എന്നോട് ഇൻഫർമേഷൻ വിങ്ങിൻ്റെ മെയിൽ നോക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് കാണാതായി പോയത്. ഇത് എന്താ ഇത്? TK ഗ്രൂപ്പ്സിൽ നിന്നാണല്ലോ. I am sending one of my trustworthy man. അപ്പോൾ JPയുടെ TK ഗ്രൂപ്പ്സിനെ അയച്ചതാണോ? ഗോഡ്, എനിക്ക് ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അപ്പോൾ അങ്ങേര് ഫ്രോഡൊന്നുമല്ല. പിന്നെ ഇനി വരാൻ പോകുന്ന പ്രശ്നം CEO നേരിട്ട് കണ്ട് മാത്രമേ സൈൻ ചെയ്യൂ എന്നാ പറഞ്ഞേ. ഓ ഗോഡ്, ആശാ നീ ലക്കിയാണ്. ഇത്രയും വലിയ പ്രശ്നം കുറച്ചെങ്കിലും ഒന്ന് ചെറുതായി മാറിയല്ലോ. അയ്യോ, ആ JP ഫ്രോഡാണെന്ന് കരുതി അങ്ങയോട് എന്തൊക്കെ പറഞ്ഞു. അതങ്ങോട്ട് കയ്യിലിട്ട് പോകണ്ടല്ലേ. He's responding. His hands are moving. Doctor, Jaya. ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടർ വിളിക്കാം. ഡോക്ടർ, എന്താ വാട്ട് ഹാപ്പൻഡ്? എൻ്റെ അമ്മോ, ഇതെന്താ ഇത്ര കോലാലുണ്ടാക്കാൻ മാത്രം ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? ഇതെന്താ ഡോക്ടർ വരുന്നു, അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുന്നു. ആ റൂമിൻ്റെ അകത്ത് എന്താ? നല്ല അവസരം. ഈ നേരം കൊണ്ട് ജിയോണയുടെ റൂം കയറി അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. വേഗം കൊണ്ട പിന്നെ തീർന്നു സാർ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എൻ്റെ അമ്മി, ബ്ലാക്കിലോ? ഗുഡ്. ഈ അലമാരയിൽ എന്താ ഉള്ളത്? ഓൺലി ബ്ലാക്ക് ഡ്രസ്. റിയലി നൈസ്. ഇതെന്താ? എൻ്റെ അമ്മ, വർഷങ്ങളായി ഇത് തുറന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. വാഹ്, കുറേ അടിപൊളി ഡ്രസ്. മൈക്ക്, ഇതൊക്കെ എന്താ? ഈ ജിയോണ പാടുവോ? ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഡയറി ആയിട്ടാണല്ലോ തോന്നുന്നത്.
കുക്കി കൊച്ചിന്റെ വിശേഷങ്ങൾ. ഇതെന്ത്? കൊള്ളാം. ഡയറി ആവുമ്പോൾ എല്ലാത്തരം ഇഷ്ടങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ ഒക്കെ മനസ്സിലാവൂ. കുറച്ച് പേജസിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാം. ഇതെന്താ, ചില പേജുകളിൽ പ്രത്യേക നിറത്തിലാണല്ലോ കൊടുത്തിരിക്കുന്നത്. അത് മാത്രം തൽക്കാലം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാം. ഓക്കേ, അയാളുടെ അൺകോൺഷ്യസ് മൈൻഡിനെ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി നല്ല കെയർ വേണം. മെല്ലെ ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഡോക്ടർ. ചായ, ഞാൻ റൂമിൽ നിന്ന് കീ എടുത്തുതരാം. ജയൻ ഡോക്ടറെ കൊണ്ടുവെന്നാക്ക്. കുക്കി കൊച്ചിന്റെ വിശേഷങ്ങൾ പറയാൻ 1 മാസം ലേറ്റായി. കാരണം എന്താ? ഇച്ചായൻ ഒരു കണക്കിന് സമ്മതിച്ചില്ല. ഇന്ത്യ വിട്ട് പുറത്തു പോയി പഠിക്കണ്ട, ഇവിടെ പഠിച്ച ഇപ്പൊ എന്താ കുഴപ്പമെന്നായി. ഒന്നും പറയണ്ട, 1 വർഷം എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയില്ലേ. അത് കിട്ടാത്തതിന്റെ മുഷിപ്പായിരിക്കും. എന്തായാലും എന്താ, ആ കൊച്ചു കേരളത്തിൽ നിന്ന് ഈ വലിയ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് വന്നപ്പോ ശ്വാസം കിട്ടിയ പോലെ. സത്യം പറഞ്ഞാൽ ഇച്ചായ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പക്ഷേ ഇവിടെ എത്തിയപ്പോ ശരിക്കും ഒന്ന് ഫ്രീ ആയതുപോലെ തോന്നി. സാധാരണ ഇച്ചായനെ എന്ത് ചെയ്യും? ഇച്ചായൻ ആ കള്ളത്തരം കണ്ടുപിടിക്കോ, ഇച്ചായൻ ഇത് കണ്ടുപിടിക്കോ എന്നൊക്കെ പേടിച്ചായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. സ്നേഹം കൂടിയാലും കുഴപ്പമോ എന്ന് കേട്ടിട്ടില്ലേ? ഇനിയിപ്പോ ഈ ബാംഗ്ലൂരിൽ വന്നിട്ട് ഒന്ന് അടിച്ച് പൊളിച്ച് ഇവിടെ ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് കരുതിയപ്പോഴോ അതാ അവിടെ കിടക്കുന്നു ഒരുത്തൻ. അയ്യോ, ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, ആ ഡയറി നമുക്ക് ഫോട്ടോ ഒക്കെ തെളിച്ചു പോയി. So everyone, my next song is dedicated to my one and only നിങ്ങൾക്കെല്ലാം അവൾ ജിയോണയാണ്. പക്ഷേ എനിക്ക് അവൾ ഈ വിന്നിച്ചനെ മാത്രം ജിയയാണ്. So Jia, this song is for you. இந்த காதல் வந்து விட்டால் நம் தேகம் மிதந்திடுமே, விண்ணோடும் முகிலோடும் விளையாடி திரிந்திடுமே. कभी कभी अदिति जिंदगी में यूं ही कोई अपना लगता है, कभी कभी अदिति वो भी चढ़ जाए तो एक सपना लगता है. हे अदिति हंसते 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 तू जरा, नहीं तो बस थोड़ा 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 मुस्कुरा. विழி மூடியோ சித்தாலங்கையும் வந்தாய் முன்னே முன்னே, தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே. அழைது போல் மழைக்காலம் என் வாழ்வில் வருமா? மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே, விழி வழியே விழி வழியே நான் என்னை கண்டேனே. மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே, விழி வழியே விழி வழியே நான் என்னை கண்டேனே செந்தேனே. അയ്യോ
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന, അതിൻ്റെ ഓർമ്മകൾ ഇനിയുടെ സൂക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അയ്യോ, ഇതെന്താ യോണ റൂമിലാണോ? എന്തോ കത്തുന്നുണ്ടല്ലോ. ഡയറിയോ? ഇത് ആരുടെ ഡയറിയാ? യോ, എന്തൊക്കെയോ ഫോട്ടോസ് എല്ലാം കത്തിപ്പോയിട്ടുണ്ടല്ലോ. മാം എന്തിനായിട്ട് ഇത് കത്തിച്ചു കളഞ്ഞത്? തൽക്കാലം ഇവിടെ നിൽക്കണ്ട, റൂമിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് അവിടെ നിന്ന് നോക്കാം. ശരാ, മൊത്തം കത്തിപ്പോയിട്ടുണ്ടല്ലോ. ചില പേജ് മാത്രമേ ഒരു വൃത്തിക്കും കാണാൻ പോലും പറ്റുന്നുള്ളൂ. ജിയോണയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല, പക്ഷേ ഉള്ളവരെല്ലാം ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ളവരാ. അതുപോലെയാണ് എൻ്റെ വിനിച്ചനും. വിനിച്ചനും ജിയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂർ മുഴുവൻ ഒരു വൈബ് തന്നെയാണ്. വിനിച്ചനില്ലാതെ ജയിക്കും, ജയില്ലാതെ വിനിച്ചനും പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ വിനിച്ചന് വേണ്ടിയാ ഈ ജിയ ഇപ്പൊ കാത്തിരിക്കുന്നേ. പോയിട്ട് ഒരുപാട് ദിവസങ്ങളായി. ഒരു മെസ്സേജോ ഒരു കോളോ ഒന്നുമില്ല. ചിലപ്പോ ഒരുപാട് തിരക്കിലായിരിക്കും, പക്ഷേ ജിയെ മറക്കാൻ മാത്രമുള്ള തിരക്ക് എന്താ വിനിച്ചനുള്ളത്? എന്തായാലും ജിയ കാത്തിരിക്കും, എത്ര കാലം വേണമെങ്കിലും. എൻ്റെ വിനിച്ചൻ ഒന്ന് മടങ്ങി വന്നാൽ മാത്രം മതി. അപ്പോ മാം ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ? ഈ വിനിച്ചൻ ആരാ? മാം അയാളെ കാത്തിരിക്കുവാണോ? ഈ ഡയറിയിലാണെങ്കിൽ അവിടെ ഇവിടെ മാത്രമേ കുറച്ച് എഴുത്ത് കാണുന്നുള്ളൂ, ബാക്കി എല്ലാം കത്തിപ്പോയി. ഷേ, ഓ, അയാളുടെ തിരിച്ചറിയാനായി മാം ഇത്രയും കാലം കാത്തിരിക്കുമായിരുന്നു. ഹലോ ബേബ്, വാട്ട്സ് അപ്പ്? Shut up, Sim. Where are you now? നിന്റെ ജിയോണയുടെ വീട്ടിൽ. What? ആ, നീ തന്നെയല്ലേ നിനക്ക് പകരം എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്? നീ അതൊക്കെ മറന്നു? നീ അല്ലേ വിൻസൺ കോർപ്പറേഷനുമായി ഡീലുണ്ടാക്കിയിട്ട് അന്ന് ന്യൂസ് മീഡിയക്ക് ലീക്ക് ആയതുകൊണ്ട് എന്നോട് പകരം ഇവിടേക്ക് വരാൻ പറഞ്ഞത്? അപ്പോൾ ഞാൻ അവളുടെ കൂടെ ഒരു ഡേറ്റിന് വരാമെന്ന് കരുതി. അപ്പോൾ അതാ ഫുഡ് പോയ്സൺ. വയ്യാത്തതുകൊണ്ട് അവളുടെ വീട്ടിൽ തന്നെ ഇന്ന് താമസിക്കാമെന്ന് വെച്ചു. ഫുഡ് പോയ്സണോ? നിനക്കെന്ത് പറ്റിയ ചിമ്മി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് പ്രശ്നം? എടാ, ഒരു ഫുഡ് പോയ്സൺ കൊണ്ടൊന്നും ഈ ചിമ്മിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. പിന്നെ നീ കണ്ടില്ലേ, എനിക്കിവിടെ പരമസുഖമാണ്. ജിയോണ ഉണ്ടല്ലോ എന്നെ ശുശ്രൂഷിക്കാൻ. നീ കണ്ടില്ലേ, ഞാനും ജിയോണയും കൂടിയുള്ള ഒരു ഫോട്ടോ നിനക്ക് അയച്ചിരുന്നല്ലോ. നീ കണ്ടില്ലേ? അത് ഞങ്ങൾ ഒരുമിച്ച് സീരീസ് കണ്ടപ്പോൾ ഉള്ള ഫോട്ടോയാ. എന്തു പറ്റി? എന്താ ഒന്നും മിണ്ടാത്തേ? ഓക്കേടാ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ആ, ഓക്കെ. സാർ, ഇനി എന്താ തീരുമാനം? പോകാനുള്ള സമയമായി. ഇനിയും വൈകാൻ പറ്റില്ല. ഫേസ് റിവീലിംഗ് അനൗൺസ് ചെയ്തേക്ക്.